ഹലോ എവരിവൺ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ക്ലാസ് 12 ബയോളജി ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇതിപ്പം സുവോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയും സെക്ഷൻസാണ്, അതായത് ഇവിടെ നിങ്ങൾക്ക് 3.1 3.2 എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സെഷനാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നമ്മൾ ഈ ഒരു പാർട്ടിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനാണ്. ആസ് യു ആർ അവെയർ, ഹ്യൂമൻസ് ആർ സെക്ഷലി റീപ്രൊഡ്യൂസിങ് ആൻഡ് വിവിപാരസ്. അപ്പം ഹ്യൂമൻസ് എന്ന് പറയുന്നത് സെക്ഷൽ റീപ്രൊഡ്യൂസിങ് ആണെന്ന് നമുക്കറിയാം. അതേപോലെ വിവിപാരസ് എന്ന് പറയുന്നത് എന്താണ്? കുഞ്ഞിനെ നമ്മളുടെ ബോഡിയിൽ തന്നെ ഇൻസൈഡിൽ ചെയ്ത് ബർത്ത് കൊടുക്കുന്ന ആ ഒരു ഇതിന് വിവിപാരസ് എന്നും, ഒവിപാരസ് എന്ന് പറയുന്നത് എന്താണ്? മുട്ടയിടുന്നത്, അതായത് എഗ്സ് ലേ ചെയ്ത് അങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഹെൻസ് എടുക്കുകയാണ്, ഹെൻ എന്താണ്? മുട്ടയിടുക. അപ്പം അങ്ങനത്തെ ഉള്ളതൊക്കെ എന്താണ്? ഒവിപാരസും. നമ്മളെപ്പോലുള്ളവരൊക്കെ എന്താണ്? വിവിപാരസ് ആയിട്ടുള്ളവരാണ്. അപ്പം ഇത് 11th പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ദ റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സ് ഇൻ ഹ്യൂമൻ ഇൻക്ലൂഡ്, ഇനി കുറച്ച് റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സുകളാണ്, കുറച്ച് 4-5 ബട്ട് സിമ്പിളാണ്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നതാണ് ഗ്യാമറ്റോജെനസിസ്. ഗ്യാമറ്റോജെനസിസ് എന്ന് പറയുന്നത് ഗ്യാമീറ്റ്സിൻ്റെ ഫോമേഷൻ, ദാറ്റ് ഈസ് ഫോമേഷൻ ഓഫ് ഗ്യാമീറ്റ്സ്. അതായത് മെയിൽസിൽ എന്താണ്? സ്പേം ഫോം ചെയ്യുന്നുണ്ട്, ഫീമെയിൽസിൽ ഓവം ഫോം ചെയ്യുന്നുണ്ട്. അതാണ് ഫസ്റ്റ് ഇവൻറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെന്ന് പറയുന്നതാണ് ഇൻസെമിനേഷൻ. ഇൻസെമിനേഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് സ്പേം ഇൻ ടു ദ ഫീമെയിൽ ജെനിറ്റൽ ട്രാക്ട്. അതായത് അതായത് മെയിലിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേമിനെ എന്താണ്? ഫീമെയിലിൻ്റെ ജെനിറ്റൽ ട്രാക്റ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഇപ്പോൾ ഫീമെയിലിൻ്റെ ജെനിറ്റൽ ട്രാക്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഫീമെയിലിലെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ജെനിറ്റൽ ഓർഗൻസുകളൊക്കെ ചേർന്നിട്ടുള്ള ഒരു പാത്തിനെയാണ് ജെനിറ്റൽ ട്രാക്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ വജായനയൊക്കെ ഫോം ചെയ്യുന്നത്, അതാണ് ഈ ജെനിറ്റൽ ട്രാക്റ്റ് എന്ന് പറയുന്നത്. ആ ഒരു ഇവൻ്റാണ് ഇൻസെമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇവൻ്റ് എന്ന് പറയുന്നതാണ് ഗ്യാമറ്റോജെനസിസ്. ഗ്യാമറ്റോജെനസിസിൽ എന്താണ്? ഗ്യാമീറ്റ്സുകളുടെ ഫോമേഷൻ, അതായത് മെയിലിൽ സ്പേമിൻ്റെ ഫോമേഷൻ, ഫീമെയിൽ എന്താണ്? ഓവത്തിൻ്റെ ഫോമേഷൻ. അതാണ് ഗ്യാമറ്റോജെനസിസ്. ജെനസിസ് എന്ന് പറയുന്നത് എന്താണ്? ഫോമാറ്റ്. അപ്പം ഗ്യാമീറ്റിൻ്റെ ആ ഒരു ഫോമേഷൻ. ഓക്കെ, അടുത്ത ഇൻസെമിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫീമെയിലിൻ്റെ ജെനിറ്റൽ ട്രാക്റ്റിലോട്ട് സ്പേമിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ഇതിനെയാണ്. അടുത്തതെന്ന് പറയുന്നത് ഫെർട്ടിലൈസേഷൻ, ദാറ്റ് ഈസ് ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ്സ്. അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സിൽ ഗ്യാമേറ്റ്സുകൾ ഫോം ചെയ്തു, അതിനെ ഫീമെയിലിൻ്റെ ജെനിറ്റൽ ട്രാക്റ്റിലോട്ട് പോയിട്ടുണ്ട്. ഇനി അവർ തമ്മിൽ ഫ്യൂസ് ചെയ്യണം. ആ ഒരു ഇതിനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അതുവഴി എന്തുണ്ടാവുന്നു? സൈഗോട്ട് ഫോം ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് ഫോളോഡ് ബൈ ഫോമേഷൻ ഡെവലപ്മെൻറ്റ് ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ് ആൻഡ് ഇസ് അറ്റാച്ച്ഡ് ടു എ യൂട്രൈൻ വാൾ ഇംപ്ലാന്റേഷൻ. അടുത്ത ബ്ലാസ്റ്റോസിസ്റ്റ്, അതായത് യൂട്രൈൻ വാളിലോട്ട് ഈ ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകും. ആ ഒരു ഇതിനെയാണ് ഇംപ്ലാന്റേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അടുത്തയാണ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ്. അതിനെയാണ് നമ്മൾ ജസ്റ്റേഷൻ എന്ന് പറയുന്നത്. എംബ്രിയോയുടെ ആ ഒരു ഡെവലപ്മെൻറ്റ് ഇതിനെയാണ് ജസ്റ്റേഷൻ എന്ന് പറയുന്നത്. അടുത്ത പാർച്ചുറേഷൻ, അതിനെയാണ് ഡെലിവറി ഓഫ് ദ ബേബി എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഗ്യാമറ്റോജെനസിസ്, ദെൻ ഇൻസെമിനേഷൻ, ദെൻ ഫെർട്ടിലൈസേഷൻ, ദെൻ ഇംപ്ലാന്റേഷൻ, ജസ്റ്റേഷൻ, പാർച്ചുറേഷൻ. ഇത്രയാണ് റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടെ പറയാം. ഗ്യാമറ്റോജെനസിസ് എന്ന് പറയുന്നത് ഗ്യാമീറ്റ്സുകളുടെ ഫോമേഷനാണ്. ഇൻസെമിനേഷൻ എന്ന് പറയുന്നത് മെയിലിൽ നിന്നുള്ള ഒരു സ്പേമിനെ ഫീമെയിൽ ജെനിറ്റൽ ട്രാക്റ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് മെയിലിൻ്റെ ഗ്യാമേറ്റും ഫീമെയിലിൻ്റെ ഗ്യാമേറ്റും തമ്മിലുള്ള ഫ്യൂഷൻ, അതുവഴി ഉണ്ടാകുന്നു? സൈഗോട്ട് ഉണ്ടാകുന്നു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇംപ്ലാന്റേഷൻ. ബ്ലാസ്റ്റോസിസ്റ്റ് യൂട്രൈൻ വോളിലോട്ട് അറ്റാച്ച്മെൻറ്റ്, ആ ഒരു ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ അറ്റാച്ച്മെൻറ്റിനെയാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് ജസ്റ്റേഷൻ. ജസ്റ്റേഷൻ എന്ന് പറയുന്നത് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് ആണ്. അടുത്ത പാർച്ചുറേഷൻ എന്ന് പറയുന്നത് ഡെലിവറി ഓഫ് ദ ബേബി. അപ്പോൾ ഇത്രയാണ് റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, you have learned that these reproductive events occur after puberty. അപ്പം ഈ റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സുകളെല്ലാം ഉണ്ടാകുന്ന എപ്പോഴാണ്? പ്യൂബർട്ടിക്ക് ശേഷമാണ്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മേ ബി അത് MCQ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് വരാം. There are remarkable differences between the reproductive in male and in the female. For example, sperm formation continues even in old men, but formation of even ceases in women around the age of 50 years. Let us examine the male and female reproductive system in human. അതായത് നമ്മളുടെ നമുക്കറിയാം ഫീമെയിൽ എന്ന് പറയുന്നത്
ഈ ഒരു ഓവത്തിൻ്റെ പ്രൊഡക്ഷൻ ഫോർമേഷൻ എന്ന് പറയുന്നത് എറൗണ്ട് ഒരു 50 ഇയേഴ്സ് ആകുമ്പോഴേക്കും വുമൺസിൽ എന്ത് ചെയ്യും, അത് പോസ് ചെയ്യും, അതായത് നിൽക്കും. അതിനെയാണ് നമ്മൾ മെനോപോസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഓവത്തിൻ്റെ ഒരു പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോപ്പ് ആവുന്നു ഒരു 50 ഇയേഴ്സിൻ്റെ അറൗണ്ട് ആകുമ്പോഴേക്ക്. ബട്ട് മെയിലിൽ അങ്ങനല്ല. മെയിൽ എന്ത് ചെയ്യും, അത് കണ്ടിന്യൂസ് ആയിട്ട് അത് സ്പേം ഫോർമേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നതാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ പെൽവിസ് റീജിയൻ. ഫിഗർ 3.1 എയിലുണ്ട്, നിങ്ങൾ നോക്കാം. അപ്പം മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, പെൽവിസ് റീജിയനിലാണ്. ഇനി അടുത്ത്, ഇറ്റ് ഇൻക്ലൂഡ് എ പെയേഴ്സ് ഓഫ് ടെസ്റ്റിസ് എലോങ് വിത്ത് ആക്സസറി ഡക്ട്സ്, ഗ്ലാൻസ് ആൻഡ് എക്സ്റ്റേണൽ ജെനിറ്റീലിയ. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒന്നാമത്തെ പെയർ ഓഫ് ടെസ്റ്റിസ്, ദെൻ ആക്സസറി ഡക്റ്റ്, ഗ്ലാൻസ്, അതേപോലെ എക്സ്റ്റേണൽ ജെനിറ്റീലിയ. ഓക്കെ, ഇനി ടെസ്റ്റിസ് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നതിനായിട്ടുള്ളതാണ് അടുത്തത്. ദ ടെസ്റ്റിസ് ആർ സിറ്റുവേറ്റഡ് ഔട്ട്സൈഡ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി വിത്തിൻ എ പൗച്ച് കോൾഡ് സ്ക്രോട്ടം. അപ്പോൾ ഈ ടെസ്റ്റിസ് നമ്മൾ അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ മെയിലില്ല, ഇതിപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ്. ഓക്കെ, മെയിലില്ല അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ വെളിയിലായിട്ടാണ് ടെസ്റ്റിസ് ഇരിക്കുന്നത്. അപ്പോൾ 2 ടെസ്റ്റിസ് ആണ്, ഒരു പെയർഡ് ടെസ്റ്റിസ്. അപ്പോൾ 2 ടെസ്റ്റിസ് ആണ് എന്താണ് ഉള്ളത്. അപ്പം അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ വെളിയിലായിട്ടാണ് ഇരിക്കുന്നത്, ഒരു പൗച്ചിലായിട്ടാണ് ഇരിക്കുന്നത്. അതിനാണ് നമ്മൾ സ്ക്രോട്ടം. ഇവിടെ നിങ്ങൾക്ക് പിക്ചർ കാണാം. ആണ് ഈ ഒരു പിക്ചർ നോക്കുമ്പോൾ ഇതേപോലെ ഒരു പൗച്ചിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതാണ് ഇവിടെ സ്ക്രോട്ടം എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഇതാണ് സ്ക്രോട്ടം എന്ന് പറയുന്നത്. ഈ ഒരു ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു പാർട്ടാണ് എന്താ, ടെസ്റ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ സ്ക്രോട്ടം ഹെൽപ്പിൻ. ഇനി സ്ക്രോട്ടത്തിൽ, അതായത് അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ വെളിയിലായിട്ട് എന്തുകൊണ്ടാണ് ടെസ്റ്റിസിനെ വെക്കുന്നത്? ടെസ്റ്റിസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നമ്മളുടെ ഓർഗൻസുകൾ, അതായത് ഇപ്പം എന്താണ് നമ്മളുടെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളെല്ലാം, അതായത് ഇപ്പോൾ നമ്മൾ ഹേർട്ട് ആയിക്കോട്ടെ, ലങ്സ് ആയിട്ട്, ഇതെല്ലാം അകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ടെസ്റ്റിസ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണ് അതിനെ വെളിയിൽ വെച്ചേക്കുന്നത്? അതായത് ടെസ്റ്റിസ് എന്ന് പറയുന്നത് അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ വെളിയിൽ വെക്കാൻ കാരണം നമ്മളുടെ ബോഡിക്ക് വേണ്ട എത്ര ടെമ്പറേച്ചറിനോ അതിനേക്കാളും 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് കുറച്ച് ആണ് ആർക്ക് വേണ്ടത്, ടെസ്റ്റിസിന് വേണ്ടത്. അതുകൊണ്ടാണ് അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ വെളിയിലായിട്ട് നമ്മൾ ടെസ്റ്റിസിനെ വെച്ചേക്കുന്നത്. ആൻഡ് ഇറ്റ് നെസസറി ഫോർ സ്പെർമറ്റോജെനസിസ്. ഓക്കെ, ഇൻ അഡൾട്ട് ഈച്ച് ടെസ്റ്റിസ് ഇൻ ഓവൽ ഇൻ ഷേപ്പ്. ഇനി ആ ഒരു ടെസ്റ്റിസിൻ്റെ ഷേപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ അഡൾട്ട് ടെസ്റ്റിസ് എന്ന് പറയുന്ന ഒരു ഓവൽ ഷേപ്പിലാണ് ഇരിക്കുന്നത്. അതായത് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഡയഗ്രാമിൽ ടെസ്റ്റിസിൻ്റെ പിക്ചർ നിങ്ങൾക്ക് കാണാമല്ലോ. വേണ്ട ടെസ്റ്റിസ് നിങ്ങൾക്ക് കാണാം. അപ്പം ടെസ്റ്റിസ് പിക്ചർ അതാണ്. അപ്പം അത് കാണുമ്പോൾ തന്നെ അറിയാം ഒരു ഓവൽ ഷേപ്പിലാണ് ടെസ്റ്റിസ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ലെങ്ത് പറയുമ്പം 4 to 5 സെൻറ്റിമീറ്റർ ലെങ്താണ്. അതായത് ഇൻ അഡൾട്ട് ഈച്ച് ടെസ്റ്റിസ് ഇസ് ഓവൽ ഇൻ ഷേപ്പ് വിത്ത് എ ലെങ്ത് ഓഫ് അബൌട്ട് 4 to 5 സെൻറ്റിമീറ്റർ ആൻഡ് എ വിഡ്ത്ത് ഓഫ് അബൌട്ട് 2 to 3 സെൻറ്റിമീറ്റർ. അപ്പോൾ വിഡ്ത്ത് 2 to 3 സെൻറ്റിമീറ്ററും ലെങ്ത് എന്ന് പറയുന്നത് 4 to 5 സെൻറ്റിമീറ്ററുമാണ്. ഇനി ടെസ്റ്റിസിന് ഒരു ഡെൻസ് കവറിങ് ഉണ്ട്. ഈ ഡെൻസ് കവറിങ് എന്ന് പറയുന്നത് ഇനി 3 ലെയർ കവറിങ് ആണുള്ളത്. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നില്ല, ജസ്റ്റ് 3 ലെയർ എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇത്രയും പറഞ്ഞ് ഒന്നും കൂടെ പറയാം. ടെസ്റ്റിസ് എവിടെയാണ്? അപ്പം ഇവിടെ നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ് ഡിസ്കസ് ചെയ്തത്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എവിടെയാണ് ഇരിക്കുന്നത്? പെൽവിസ് റീജിയനിലാണ് ഇരിക്കുന്നത്. ഇനി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന എന്തൊക്കെയാണ്? പെയർഡ് ടെസ്റ്റിസ് ഉണ്ട്, ആക്സസറി ഡക്റ്റ്, ഗ്ലാൻസ് ഉണ്ട്, എക്സ്റ്റേണൽ ജെനിറ്റീലിയ ഉണ്ട്. അപ്പോൾ അതിലെ ടെസ്റ്റിസിനെ കുറിച്ചാണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ടെസ്റ്റിസ് എന്ന് പറയുന്നത് അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ വെളിയിലായിട്ടാണ് വെക്കുന്നത്, ഒരു പൗച്ചിൽ. അതിനെയാണ് സ്ക്രോട്ടം എന്ന് പറയുന്നത്. ഈ സ്ക്രോട്ടം എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ടെമ്പറേച്ചർ, ലോവർ ടെമ്പറേച്ചർ ഓഫ് ദ ടെസ്റ്റിസ്, ആ ഒരു എന്താണ് ടെസ്റ്റിസിൻ്റെ ടെമ്പറേച്ചർ ഒരു ലോ ചെയ്യിപ്പിക്കാൻ, ടെമ്പറേച്ചറിൽ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യിപ്പിക്കാനായിട്ടാണ് ഈ സ്ക്രോട്ടത്തിലായിട്ട് നമ്മൾ വെളിയിൽ വെച്ചിരിക്കുന്നത്. 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് ലോവർ ദാൻ നോർമൽ ഇൻറ്റേർണൽ ബോഡി ടെമ്പറേച്ചർ. നമ്മളെ ബോഡിയിൽ വേണ്ടതിനെ കാട്ടി 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് കുറവായിരിക്കണം ആർക്ക് വേണ്ടത്? ടെസ്റ്റിസിന് വേണ്ടത്. ആൻഡ് ഇറ്റ് നെസസറി ഫോർ സ്പെർമറ്റോജെനസിസ്. ഇനി ടെസ്റ്റിസിന് ഷേപ്പ് എടുക്കാനായിട്ട് ടെസ്റ്റിസ് ഓവൽ ഷേപ്പാണ്. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 4 to 5 സെൻറ്റിമീറ്ററും വിഡ്ത്ത് എന്ന് പറയുന്നത് 2 to 3 സെൻറ്റിമീറ്ററുമാണ്. ആൻഡ് ടെസ്റ്റിസിന് ഒരു ഡെൻസ് കവറിങ് ഉണ്ട്. 3 ലെയർ ഡെൻസ് കവറിങ് ആണ്, ഇത് പറയുന്നില്ല ഇതിനകത്ത്. ഇനി ടെസ്റ്റിസ്, ഈച്ച് ടെസ്റ്റിസ് ഹാസ് അബൌട്ട് 250 കമ്പാർട്ട്മെൻറ്റ്സ് കാൾഡ് ടെസ്റ്റിക്കുലർ ലൊബ്യൂൾസ്. ഫിഗർ 3.1 ബിയിലുണ്ട്. ഓക്കെ, ഇതാണ് 3.1 ബി എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ടെസ്റ്റിസ് എടുക്കുമ്പോൾ ടെസ്റ്റിസിന് 250 കമ്പാർട്ട്മെൻറ്റ്സ് ആണ്, 2 ടെസ്റ്റിസ് ആണ് ഉള്ളത്. ഓക്കെ, അതാണ് ഈ ടെസ്റ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ടെസ്റ്റിസിൽ 250 കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ടെസ്റ്റിക്കുലർ ലൊബ്യൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈച്ച് ലൊബ്യൂൾ കണ്ടെയ്ൻ 1 to 3 ഹൈലി കോയിൽഡ് സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഇൻ വിച്ച് സ്പേംസ് ആർ പ്രൊഡ്യൂസ്ഡ്. അപ്പം അതിൽ ഓരോ ലൊബ്യൂൾസ് എടുക്കുമ്പോൾ ആ ഓരോ ലൊബ്യൂളിൽ 1 to 3 ഹൈലി കോയിൽ, 1 മുതൽ 3 വരെ, 1 വരാം 2 വരാം 3, അതാണ് 1 to 3 ഹൈലി കോയിൽഡ് സെമിനിഫറസ് ട്യൂബ്യൂൾസ് നമുക്ക് ഓരോ ലൊബ്യൂൾസിൽ കാണാം. കാരണം 250 കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അതേപോലെ ഇവിടെ ഒരു കാര്യം കൂടെ പറയണം, ഓരോ ടെസ്റ്റിസിലും 250 കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അതിനെ ടെസ്റ്റിക്കുലർ ലൊബ്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നീറ്റ് പോലത്തെ എക്സാമിന് MCQയിൽ മേ ബി നമുക്ക് ഒരു ടെസ്റ്റിസിൽ എത്ര ടെസ്റ്റിക്കുലർ ലൊബ്യൂൾസ് ഉണ്ടല്ലോ, എത്ര കമ്പാർട്ട്മെൻറ്റ്സ് എന്ന് ചോദിക്കുമ്പം അതിനകത്ത് 250 to 300 എന്ന് കാണാം. സോ അതും കറക്റ്റ് ഓപ്ഷൻ, കാരണം 300 വരെ വരാം. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഒരു ഓപ്ഷൻ തന്നെ എടുക്കണം. ഓക്കെ, ഇനി ഈച്ച് ലൊബ്യൂൾ കണ്ടെയ്ൻ 1 to 3 ഹൈലി കോൾഡ് സെമിനിഫറസ് ട്യൂബ്യൂൾസ്. അപ്പോൾ അതിൽ ഓരോ ലൊബ്യൂൾസിലും എന്തുണ്ട്, 1 to 3 ഹൈലി കോൾഡ് സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ട്. അതിലാണ് ഇൻ വിച്ച് സ്പേംസ് ആ പ്രൊഡ്യൂസ്, അല്ലാണ് ഇത് സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈച്ച് സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഇസ് ലൈൻഡ് ഓൺ ഇറ്റ്സ് ഇൻസൈഡ് ബൈ 2 types ഓഫ് സെൽസ് കോൾഡ് മെയിൽ ജേം സെൽസ്, സ്പെർമറ്റോഗോണിയ ആൻഡ് സെർട്ടോളി സെൽസ്. ഇനി നമ്മൾ സെമിനിഫറസ് ട്യൂബ്യൂൾസ്, ഓരോ സെമിനിഫറസ് ട്യൂബ്യൂൾസ് എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് 2 ടൈപ്പ് സെൽസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഒന്ന് മെയിൽ ജേം സെൽസ്, അല്ലെങ്കിൽ അതിനെ സ്പെർമറ്റോഗോണിയ എന്ന് വിളിക്കും. അതേപോലെ പിന്നെ എന്താണ്, സെർട്ടോളി സെൽസ് ആണുള്ളത്. ഈ മെയിൽ ജേം സെൽസ് എന്ന് പറയുന്നത് മിയോട്ടിക് ഡിവിഷനിൽ പോയിട്ട് എന്ത് ചെയ്യുന്നു, സ്പേം ഫോർമേഷൻ ചെയ്യുന്നുണ്ട്. അതാണ് മെയിൽ ജേം സെൽസ് ചെയ്യുന്നത്. എന്നാൽ സെർട്ടോളി സെൽസ് ചെയ്യുന്നത് എന്താണ്, ഈ മെയിൽ ജേം സെൽസിന് ന്യൂട്രീഷൻ കൊടുക്കുന്നു. But the male germ cell undergo meiotic division, finally leading to sperm formation, while Sertoli cells provide nutrition to the germ cells. Okay. The region outside the seminiferous tubules called interstitial space. അതായത് നമ്മൾ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ആണ്, സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ വെളിയിലുള്ള ഒരു റീജിയനെയാണ് നമ്മൾ ഇൻഡസ്ട്രീഷ്യൽ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ വെളിയിലുള്ള ഒരു സ്പേസിനെയാണ് ഇൻഡസ്ട്രീഷ്യൽ സ്പേസ് എന്നും, അതിനകത്ത് എന്തൊക്കെയുണ്ട്, ചെറിയ ബ്ലഡ് വെസൽസും അതേപോലെ ഇൻഡസ്ട്രീഷ്യൽ സെൽസുകൾ അല്ലെങ്കിൽ ലേഡിക് സെൽസ് ഉണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞൊന്നും കൂടെ പറയാം. ഇനി ഇവിടെ തൊട്ട് നമ്മൾ ഇവിടെ വരെ ടെസ്റ്റിക്കുലർ ലൊബ്യൂൾസ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു ഒന്നും കൂടെ. അപ്പോൾ ഓരോ ലൊബ്യൂൾസിലും, അപ്പം എന്താണ് ടെസ്റ്റിക്കുലർ ലൊബ്യൂൾസ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, എന്താ ടെസ്റ്റിക്കുലർ ലൊബ്യൂൾസ്, ഓരോ ടെസ്റ്റിസിലും 250 കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അതിന് ടെസ്റ്റിക്കുലർ ലൊബ്യൂൾസ് എന്ന് പറയുന്നു. ആ ഓരോ ലൊബ്യൂൾസ് എടുക്കുമ്പോൾ 1 to 3 ഹൈലി കോൾഡ് സെമിനിഫറസ് ട്യൂബ്യൂൾസ് കാണും. അതിനകത്താണ് സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം മെയിൽ ജേം സെൽസ്, സെർട്ടോളി സെൽസ് ഉണ്ടോ എന്ന് പറഞ്ഞു. മെയിൽ ജേം സെൽസ് എന്ന് പറയുന്നത് മിയോട്ടിക് ഡിവിഷനിൽ പോയിട്ട് സ്പേം ഫോർമേഷൻ ചെയ്യുന്നു. സെർട്ടോളി സെൽസ് എന്ന് പറയുന്നത് ഈ മെയിൽ ജേം സെൽസിന് ന്യൂട്രീഷൻ കൊടുക്കുന്നു. ഇനി നമ്മളുടെ സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ വെളിയിലുള്ള ഒരു റീജിയൻ, ഔട്ട്സൈഡ് റീജിയനെയാണ് നമ്മൾ ഇൻഡസ്ട്രീഷ്യൽ സ്പേസ് എന്ന് പറയും. അതിനകത്ത് കുറച്ച് ബ്ലഡ് വെസൽസ്, ചെറിയ ബ്ലഡ് വെസൽസും അതേപോലെ ഇൻഡസ്ട്രീഷ്യൽ സെൽസ് അല്ലെങ്കിൽ ലേഡിക് സെൽസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ലേഡിക് സെൽസ് എന്ന് പറയുന്നത്, ലേഡിക് സെൽസ് സിന്തസൈസ് ആൻഡ് സെക്രേറ്റ് ടെസ്റ്റിക്കുലർ ഹോർമോൺ കോൾഡ് ആൻഡ്രോജൻ. ലേഡിക് സെൽസ് എന്ത് ചെയ്യുന്നു, കുറച്ച് ഹോർമോൺസുകൾ സെക്രീറ്റ് ചെയ്യുന്നു, അതായത് ടെസ്റ്റിക്കുലർ ഹോർമോൺസുകൾ സെക്രീറ്റ്, അതിന് നമ്മൾ പറയുന്നതാണ് ആൻഡ്രോജൻ എന്ന് പറയുന്നത്. അപ്പോൾ ലേഡിക് സെൽസ് എന്ത് ചെയ്യുന്നു, സിന്തസൈസ് ആൻഡ് സെക്രീറ്റ് ടെസ്റ്റിക്കുലർ ഹോർമോൺസ് കോൾഡ് ആൻഡ്രോജൻസ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ആൻഡ്രോജൻസ് എന്ന് വിളിക്കുന്നത്. അതർ ഇമ്മ്യൂണോളജിക്കലി കമ്പറ്റൻറ്റ് സെൽസ് ആർ ഓൾസോ പ്രസൻറ്റ്. ഇനി അടുത്തതാണ് നമ്മൾ പഠിച്ചതാണ് ടെസ്റ്റിസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പം നമ്മൾ ടെസ്റ്റിസിൽ മെയിൽ ജേം സെൽസ്, സെർട്ടോളി സെൽസ് എല്ലാം പറഞ്ഞു. ഇനി സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ വെളിയിലുള്ള റീജിയനെ നമ്മൾ ഇൻഡസ്ട്രീഷ്യൽ സ്പേസ് എന്ന് വിളിക്കും. അവിടെ എന്തൊക്കെയാണോ ഉള്ളത്, കുറച്ച് ചെറിയ ബ്ലഡ് വെസൽസുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അതേപോലെ ലേഡിക് സെൽസ് അല്ലെ ഇൻഡസ്ട്രീഷ്യൽ സെൽസുകൾ കാണാൻ പറ്റും. ലേഡിക് സെൽസ് എന്ത് ചെയ്യും, സിന്തസൈസ് ആൻഡ് സെക്രീറ്റ് ടെസ്റ്റിക്കുലർ ഹോർമോൺസ് കോൾഡ് ആൻഡ്രോജൻ. അത്ര നമ്മൾ പറഞ്ഞു. ഇനി അടുത്താണ് മെയിൽ സെക്സ് ആക്സസറി ഡക്ട്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, മെയിൽ സെക്സ് ആക്സസറി ഡക്റ്റ് ഇൻക്ലൂഡ് റീറ്റേ ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡിഡൈമസ് ആൻഡ് വാസ് ഡിഫറൻസ്. അപ്പോൾ ഇതൊരു ഓർഡറിലാണ് പഠിക്കേണ്ടത്. അതായത് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഓർഡർ അറേഞ്ച്മെൻ്റ് എന്ന് പറയത്തില്ല, അങ്ങനെ നമുക്ക് എക്സാംസിനൊക്കെ ക്വസ്റ്റ്യൻസ് വരാമല്ലോ. സോ അത് പഠിച്ചു വെക്കണം. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഓർഡറാണ് റീറ്റേ ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡിഡൈമസ് ആൻഡ് വാസ് ഡിഫറൻസ്. അപ്പോൾ ഫിഗർ 3.1bയിൽ നിങ്ങൾക്കത് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഈ പിക്ചറിലാണ്. ഇവിടെ നമുക്ക്
ഇതാണ്ട് റീറ്റേ ടെസ്റ്റിസ്, വാസ് എഫറൻഷ്യ, അതേപോലെ എപ്പിഡിഡൈമസ്, വാസ് ഡിഫറൻസ്. ഓക്കെ, the seminiferous tubules of the testis open into vas efferentia through rete testis. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്, സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ കറക്റ്റ് ഓർഡറാണ്. സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ നിന്ന് റീറ്റേ ടെസ്റ്റിസിൽ നിന്ന് വാസ എഫറൻഷ്യയിൽ നിന്ന് എപ്പിഡിഡൈമസ്, എപ്പിഡിഡൈമസിൽ നിന്ന് വാസ് ഡിഫറൻസ്, അതുവഴി ഇജാക്കുലേറ്ററി ഡക്റ്റ് വരെ യുറേത്ര വഴി യുറേത്രൽ മീറ്റസ്, അങ്ങനെയാണ് ഇത് പോകുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു പാരയിൽ പറയുന്നത്. ഓക്കെ, സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഓഫ് ദ ടെസ്റ്റിസ് ഓപ്പൺ ഇൻ ടു വാസ എഫറൻഷ്യ ത്രൂ റീറ്റേ ടെസ്റ്റിസ്. അപ്പോൾ ടെസ്റ്റിസിൽ നിന്നുള്ള സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്ത് ചെയ്യുന്നു, വാസ എഫറൻഷ്യയിലോട്ട് ഓപ്പൺ ആവുന്നത് റീറ്റേ ടെസ്റ്റിസ് വഴിയാണ്. ദ വാസ എഫറൻഷ്യ ലീവ് ദ ടെസ്റ്റിസ് ആൻഡ് ഓപ്പൺ ഇൻ ടു എപ്പിഡിഡൈമസ് ലൊക്കേറ്റഡ് അലോങ് ദ പോസ്റ്റീരിയർ സർഫേസ് ഓഫ് ഈച്ച് ടെസ്റ്റിസ്. അപ്പോൾ ദെൻ വാസ എഫറൻഷ്യ ടെസ്റ്റിൽ നിന്ന് പോയിട്ട് എന്നിട്ട് എന്ത് ചെയ്യുന്നു, എപ്പിഡിഡൈമസിൽ പോയിട്ട് ഓപ്പൺ ചെയ്യുന്നു. അതായത് ഈ എപ്പിഡിഡൈമസ് എന്ന് പറയുന്നത് ഓരോ ടെസ്റ്റിസ് എടുക്കും. അപ്പോൾ ഒരു ടെസ്റ്റിസിൻ്റെ പോസ്റ്റീരിയർ സർഫസിലായിട്ടാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇനി എപ്പിഡിഡൈമസ് എന്ന് പറയുന്നത് എന്താണ്, ഹൈലി കോൾഡ് ആയിട്ടുള്ള ഒരു ഇതാണ് എപ്പിഡിഡൈമസ് എന്ന് പറയുന്നത്. അപ്പം ഇതെന്തിനാണ്, അതായത് എപ്പിഡിഡൈമസ് എന്ന് പറയുന്നത് 6 മീറ്ററാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഹൈലി കോൾഡായിട്ട് ഇരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ സ്പേമാണ് ഇതുവഴി പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്പേമിന് മോട്ടിലിറ്റിക്കും അതേപോലെ അതിന് മെച്യൂരിറ്റിക്കും ഇതെല്ലാം നടക്കുന്ന എവിടെയാണ്, എപ്പിഡിഡൈമസിലാണ്. ഓക്കെ, എപ്പിഡിഡൈമസ് ലീഡ് ടു വാസ് ഡിഫറൻസ്. അപ്പോൾ ഈ എപ്പിഡിഡൈമസ് എന്ത് ചെയ്യുന്നു, വാസ് ഡിഫറൻസിലോട്ട് പോകുന്നു. ലീഡ് വാസ് ഡിഫറൻസ് ദാറ്റ് അസെൻഡ് ടു അബ്ഡോമിനൽ ലൂപ്പ് ഓവർ ദ യൂറിനറി ബ്ലാഡർ. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു, അബ്ഡോമിനിലൂടെ ഒരു അസെൻഡ് പോലെ, അതായത് അസെൻഡ് ടു അബ്ഡോമിനിലൂടെ പോയിട്ട് എന്നിട്ട് യൂറിനറി ബ്ലാഡറിൽ ലൂപ്പ് ഫോം ചെയ്യുന്നു. ഇനി അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഇറ്റ് റിസീവ് എ ഡക്ട് ഫ്രം സെമിനൽ വെസിക്കൽ ആൻഡ് ഓപ്പൺ ഇൻ ടു യുറേത്ര ആസ് ഇജാക്കുലേറ്ററി ഡക്ട്. അതായത് നമ്മളുടെ വോസ് ഡിഫറൻസിന് അവിടെ വെച്ചിട്ട് എന്ത് കിട്ടുന്നു, സെമിനൽ വെസിക്കലിന് കിട്ടുന്നു. ഇവർ 2 പേരും കൂടെ ഒരുമിച്ചിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്, അതാണ് എന്ത് ചെയ്യുന്നത്, ഇജാക്കുലേറ്ററി ഡക്റ്റ് എന്ന് പറയുന്നത്. അതുവഴി എന്ത് യുറേത്രയിലോട്ട് പോകുന്നു. ദീസ് ഡക്ട് സ്റ്റോർ ആൻഡ് ട്രാൻസ്പോർട്ട് ദ സ്പേം ഫ്രം ദ ടെസ്റ്റിസ് ടു ദ ഔട്ട്സൈഡ് ത്രൂ യുറേത്ര. അപ്പോൾ ഈ ഒരു ഡക്റ്റ്, അതായത് ഇജാക്കുലേറ്ററി ഡക്റ്റിലാണ് എന്ത് ചെയ്യുന്നത്, സ്പേമിനെ സ്റ്റോർ ചെയ്യുന്നതും അതേപോലെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ടെസ്റ്റിസിൽ നിന്ന് വരുന്ന ആ ഒരു സ്പേമിനെ ഒരു എന്താ പറയുക, അതിനെ സ്റ്റോർ ചെയ്യുന്നതും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ എവിടെയാണ്, ഇജാക്കുലേറ്ററി ഡക്റ്റിലൂടെയാണ്. ഓക്കെ, ടു ദ ഔട്ട്സൈഡ് ത്രൂ യുറേത്ര. The urethra originates from the urinary bladder and extends through the penis to the external opening called urethral meatus. ഇനി യുറേത്ര എവിടുന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത്, യൂറിനറി ബ്ലാഡറിൽ നിന്നാണ് യുറേത്ര ഒറിജിനേറ്റ് ചെയ്യുന്നത്. എന്നിട്ടത് പീനസിലൂടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് ടു ഇത് എക്സ്റ്റേണൽ ഓപ്പണിംഗ്. അതിനാണ് യുറേത്രൽ മീറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് ദ എക്സ്റ്റേണൽ ജെനിറ്റേലിയനെ കുറിച്ചിട്ടാണ്. ഓക്കെ, the penis is a male external genitalia. It is made up of special tissue that help in erection of the penis to facilitate insemination. The enlargement end of penis called the glans penis is covered by a loose fold of skin called foreskin. അപ്പോൾ നമ്മൾ മെയിലിലെ എക്സ്റ്റേണൽ ജെനിറ്റേലിയ എന്ന് പറയുന്നത് പീനസാണ്. ഈ പീനസ് മെയ്ഡ് ചെയ്തിരിക്കുന്നത് സ്പെഷ്യൽ ടിഷ്യൂ വെച്ചിട്ടാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു ഇറക്ഷന് വേണ്ടി, പെനിസിൻ്റെ ഇറക്ഷന് വേണ്ടിയാണ്. ടു ഫെസിലിറ്റേറ്റ് ഇൻസെമിനേഷൻ എന്താണെന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു. സോ അപ്പോൾ ഒരു പെനിസിൻ്റെ ഇറക്ഷനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ് ആ ഒരു എന്ത് ചെയ്തേക്കുന്നത്, ഈ പീനസ് ഒരു സ്പെഷ്യൽ ടിഷ്യൂ വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി പീനസിൻ്റെ the enlarged end of penis called the gland penis. ഇപ്പോൾ പീനസിനെ ഒരു എൻലാർജ് ചെയ്തേക്കുന്ന ഒരു എൻഡ് ഉണ്ട്, അതിന് നമ്മൾ ഗ്ലാൻസ് പീനസ് എന്ന് പറയും. അതിനെ കവേർഡ് ബൈ ലൂസ് ഫോൾഡ്സ് ഓഫ് സ്കിൻ കോൾഡ് ഫോർ സ്കിൻ. ഇപ്പം ഇതിനെ കവർ ചെയ്തിരിക്കുന്ന സ്കിൻ നമ്മൾ ഫോർ സ്കിൻ എന്നാണ് വിളിക്കുന്നത്. മെയിൽ ആക്സസറി ഗ്ലാൻസ് ഇൻക്ലൂഡ് പെയർഡ് സെമിനൽ വെസിക്കൽ, പ്രോസ്റ്റേറ്റ് ആൻഡ് പെയർഡ് ബൾബോ യുറേത്രൽ ഗ്ലാൻഡ്. അപ്പോൾ ഈ ബൾബോ യുറേത്രൽ ഗ്ലാൻഡ് നമ്മൾ കോർപ്പസ് ഗ്ലാൻഡ് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ മെയിൽ ആക്സസറി ഗ്ലാൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന സെമിനൽ വെസിക്കൽ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, അതേപോലെ ബൾബോ യുറേത്രൽ ഗ്ലാൻഡ് ആണ്. ഇവരുടെ 3 പേരുടെയും സെക്രീഷനാണ് എന്ത്, സെമിനൽ പ്ലാസ്മ എന്ന് പറയുന്നത്. അപ്പം
ഈ സെമിനൽ പ്ലാസ്മയിൽ എന്തുണ്ട്? ഫ്രക്ടോസ് ഉണ്ട്, കാൽഷ്യം ഉണ്ട്, അതേപോലെ കുറച്ച് എൻസൈംസുകളുണ്ട്. ഇപ്പോൾ സെമിനൽ വെസിക്കിൾ, അത് മെയിൽ ആക്സസറി ഗ്ലാൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവരാണ് സെമിനൽ വെസിക്കിൾ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, അതേപോലെ ബൾബോ യുറേത്രൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇവരുടെ 3 സെക്രീഷൻ. ഓക്കെ, ഇതാണ് ഇവരുടെ 3 സെക്രീഷനാണ് സെമിനൽ പ്ലാസ്മ എന്ന് പറയുന്നത്. സെക്രീഷൻ ഓഫ് ദീസ് ഗ്ലാൻഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ സെമിനൽ പ്ലാസ്മ വിച്ച് ഇസ് റിച്ച് ഇൻ ഫ്രക്ടോസ്, കാൽഷ്യം ആൻഡ് സർട്ടൺ എൻസൈംസ്. അപ്പോൾ ഈ സെമിനൽ പ്ലാസ്മയിൽ എന്തൊക്കെയുണ്ട്? ഫ്രക്ടോസ് ഉണ്ട്, കാൽഷ്യംസ് ഉണ്ട്, അതേപോലെ കുറച്ച് എൻസൈംസ് ഉണ്ട്. അതേപോലെ ഒരു കാര്യം കൂടെ, നമ്മൾ സെമിനൽ പ്ലാസ്മ അതേപോലെ സ്പേം, ഇവരെ 2 പേരും കൂടെ ഒരുമിച്ച് നമ്മൾ വിളിക്കുന്ന പേരാണ് സെമൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ സെമിനൽ പ്ലാസ്മയെ മാത്രമായിട്ട് സെമൻ എന്നും പറയത്തില്ല, അതേപോലെ സ്പേമിനെ മാത്രമായിട്ടും സെമൻ എന്ന് പറയില്ല. ഇവരെ 2 പേരും കൂടെ ഒരുമിച്ചിട്ടാണ് നമ്മൾ സെമൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ദ സെക്രീഷൻ ഓഫ് ബൾബോ യുറേത്രൽ ഗ്ലാൻഡ് ഓൾസോ ഹെൽപ്പ് ഇൻ ദ ലൂബ്രിക്കേഷൻ ഓഫ് പെനിസ്. അത് അടുത്ത് എന്ന് പറയുന്നതാണ് ബൾബോ യുറേത്രൽ ഗ്ലാൻഡിൻ്റെ സെക്രീഷൻ. അതും എന്ത് ചെയ്യും? പെനിസിൻ്റെ ലൂബ്രിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കൊന്നും കൂടെ പറയാം. പെനിസ് എന്ന് പറയുന്നതാണ് മെയിൽ എക്സ്റ്റേണൽ ജെനിറ്റേലിയ എന്ന് പറയുന്നത്. ഇപ്പം പെനിസ് മെയിൽ എക്സ്റ്റേണൽ ജെനിറ്റേലിയ അത് ഉണ്ടാക്കിയിരിക്കുന്നത് സ്പെഷ്യൽ ടിഷ്യൂ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് പെനിസിൻ്റെ ആ ഒരു ഇറക്ഷനെ ഹെൽപ്പിങ് ടു ഫെസിലിറ്റേറ്റ് ഇൻസെമിനേഷൻ. ഇനി പെനിസിൻ്റെ എൻലാർജ് ചെയ്തേക്കുന്ന എൻജിനെയാണ് നമ്മൾ ഗ്ലാൻഡ് പെനിസ് എന്ന് വിളിക്കും. അതിനെ കവർ ചെയ്തേക്കുന്ന ഒരു ലൂസ് ഫോളോ സ്കിൻ ആയിരുന്നു നമ്മൾ ഫോർ സ്കിൻ എന്ന് പറയും. മെയിൽ ആക്സസറി ഗ്ലാൻഡ്സിലാണ് സെമിനൽ വെസിക്കിൾ, പ്രോസ്റ്റേറ്റ്, അതേപോലെ ബൾബോ യുറേത്രൽ ഗ്ലാൻഡ് എന്ന് പറയും. ഇവരുടെ 3 സെക്രീഷനാണ് സെമിനൽ പ്ലാസ്മ എന്ന് പറയുന്നത്. ഫ്രക്ടോസ്, കാൽഷ്യം, സർട്ടൺ എൻസൈംസ് ഉണ്ട്. ഇനി ബൾബോ യുറേത്രൽ ഗ്ലാൻഡിൻ്റെ സെക്രീഷൻ എന്താണ്? പെനിസിൻ്റെ ലൂബ്രിക്കേഷന് ഹെൽപ്പ് ചെയ്യും. നമ്മളിവിടെ പറഞ്ഞത് നമ്മളൊന്ന് ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞില്ല, അതൊന്നും കൂടെ പറയാം. മെയിൽ സെക്സ് ആക്സസറി ഡക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവരാണ് റീറ്റ, ടെസ്റ്റസ്, വാസ, എഫറൻഷ്യ, എപ്പിഡിഡിമസ് ആൻഡ് വോസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു പാത്വേ ആണ്, അതായത് സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ നിന്ന് അതെന്ത് ചെയ്യുന്നു? റീറ്റ ടെസ്റ്റസ് വഴി വോസ എഫറൻഷ്യയിലോട്ട് പോകുന്നു. വോസ എഫറൻഷ്യ എന്ത് ചെയ്യുന്നു? അവിടുന്ന് എപ്പിഡിഡിമസിലോട്ട് പോകുന്നു. ആ എപ്പിഡിഡിമസ് എന്ത് ചെയ്യും? എപ്പിഡിഡിമസ് എന്ന് പറയുന്ന ഒരു പോസ്റ്റീരിയർ സർഫേഴ്സ് ആണ്. എപ്പിഡിഡിമസ് എവിടെ ലൊക്കേറ്റഡ് എലോങ് ദ പോസ്റ്റീരിയർ സർഫേസ് ഓർ ടെസ്റ്റിസിൻ്റെ പോസ്റ്റീരിയർ സർഫേസിന് അവിടെയാണ് എപ്പിഡിഡിമസ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. ഈ എപ്പിഡിഡിമസ് എന്ത് ചെയ്യുന്നു? വോസ് ഡിഫറൻസിലൂടെ പോകുന്നു. അത് അബ്ഡോമിനിലോട്ടാണ്. എന്നിട്ട് യൂറിനറി ബ്ലാഡർ ലൂപ്പ് ഫോം ചെയ്യുന്നു. അവർക്ക് അവിടുന്ന്, അതായത് വോസ് ഡിഫറൻസിന് ഒരു സെമിനൽ വെസിക്കിൾ ഒരു എന്ത് ചെയ്യുന്നു? ഇറ്റ് റിസീവ് എ ഡക്ട് ഫ്രം സെമിനൽ വെസിക്കിളിൽ നിന്ന് ഡക്റ്റ് റിസീവ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഓപ്പണിംഗ് ടു യുറേത്ര ഇജാക്കുലേറ്ററി ഡക്റ്റ് വഴി അവർ എന്ത് ചെയ്യുന്നു? യുറേത്രയിലോട്ട് പോകുന്നു. അപ്പം ഈ ഒരു ഇജാക്കുലേറ്ററി ഡക്റ്റിലാണ് നമ്മുടെ സ്പേമിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും അതേപോലെ സ്റ്റോർ ചെയ്യുന്നതും. ഈ യുറേത്ര ഒറിജിനേറ്റ് ചെയ്യുന്നത് യൂറിനറി ബ്ലാഡറിൽ നിന്നാണ്. എന്നിട്ട് ഒരു പീനിസിലൂടെ എക്സ്റ്റെൻഡ് ചെയ്തു പോകും. ഒരു എക്സ്റ്റേണൽ ഓപ്പണിംഗ് കോൾഡ്, അതിനാണ് യുറേത്രൽ മീച്ചസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ മെയിൽ എക്സ്റ്റേണൽ ജെനിറ്റേലിയ എന്ന് പറയുന്ന പീനസാണ്. പീനസ് മെയ്ഡ് ചെയ്തിരിക്കുന്ന സ്പെഷ്യൽ ടിഷ്യൂ, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് അപ്പം നമ്മുടെ മെയിൽ എക്സ്റ്റേണൽ ജെനിറ്റേലിയ എന്ന് പറയുന്ന പീനിസാണ്. പീനിസ് ഉണ്ടാക്കിയിരിക്കുന്നത് മെയ്ഡ് ചെയ്തേക്കുന്ന സ്പെഷ്യൽ ടിഷ്യൂസ് വെച്ചിട്ടാണ്. അത് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പീനിസിൻ്റെ ഇറക്ഷന്, അതേപോലെ ഫെസിലിറ്റേറ്റ് ഇൻസെമിനേഷൻ. ഇനി പീനസിൻ്റെ എൻലാർജ് എൻഡിനെയാണ് നമ്മൾ ഗ്ലാൻഡ്സ് പെനിസ് എന്ന് നമ്മൾ വിളിക്കും. അതിനൊരു ലൂസ് ഫോൾഡ് ഓഫ് സ്കിന്ന് വെച്ചിട്ടാണ് കവർ ചെയ്തേക്കുന്നത്. നമ്മൾ ഫോർ സ്കിൻ എന്ന് പറയുന്നുണ്ട്. ഇനി മെയിൽ ആക്സസറി ഗ്ലാൻഡ്സ് ആണ്. അതിനകത്ത് പെയേർഡ് ആയിട്ടുള്ള സെമിനൽ വെസിക്കിൾ ഉണ്ട്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഉണ്ട്, ബൾബോ യുറേത്രൽ ഗ്ലാൻഡ് ഉണ്ട്. ഇവരുടെ 3 സെക്രീഷനാണ് നമ്മൾ സെമിനൽ പ്ലാസ്മ എന്ന് പറയുന്നത്. സെമിനൽ പ്ലാസ്മയിൽ ഫ്രക്ടോസ് ഉണ്ട്, കാൽഷ്യം ഉണ്ട്, അതേപോലെ സർട്ടൻ എൻസൈംസ് ഉണ്ട്. അടുത്ത ബൾബോ യുറേത്രൽ ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ ഇത് പീനിസിൻ്റെ ലൂബ്രിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്നു. സോ അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതായത് നമ്മൾ ഇന്ന് പഠിച്ചതെന്ന് വെച്ചാൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം മാത്രമാണ്. ടെക്സ്റ്റിലെ എല്ലാ പോയിൻറ്റ്സും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ അപ്പം ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം. ഇതേപോലെ പുതിയ വീഡിയോസ് വേണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഓൾ.